ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യയിലെ വനങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മത്സര പരീക്ഷയുള്ള വനങ്ങളെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ് വനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ആരംഭിക്കാം. എന്താണ് വനങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൃക്ഷങ്ങളും സസ്യങ്ങളും അടങ്ങിയ ആവാസ വ്യവസ്ഥയെ നമ്മൾ വിളിക്കുന്നവരാണ് വനങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ വൃക്ഷങ്ങളും സസ്യങ്ങളും അടങ്ങിയ ആവാസ വ്യവസ്ഥയെ വിളിക്കുന്നവരാണ് വനങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിലെ വനവിസ്തൃതിയില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 10ാം സ്ഥാനമാണ്. ലോകത്ത് വനവിസ്തൃതിയില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 10ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ഇന്ത്യയുടെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി 33% വനം ഉണ്ടായിരിക്കണം എന്നാണ് ദേശീയ വന നയത്തിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര ശതമാനമാണ്? 33% വനം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ വനവിസ്തൃതി എന്ന് പറയുന്നത് 24.62%. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇന്ത്യയിലെ വനവിസ്തൃതി എന്ന് പറയുന്നത് 24.62%. എന്നാൽ ഇന്ത്യയുടെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി എത്ര ശതമാനം വനമാണ് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ളത്? അത് 33%. പക്ഷെ നമുക്ക് എത്രയേ ഉള്ളൂ? 24.62% വനം മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇനി ഇന്ത്യയിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മുൻകാല ചോദ്യമാണ്, ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവാണ് ഡിട്രിച്ച് ബ്രാൻഡിസ് എന്ന് പറയും. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവാണ് ഡിട്രിച്ച് ബ്രാൻഡിസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആണ്. ഇന്ത്യയില് പ്രവർത്തിച്ച ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. അതായത് ഒരു ബ്രിട്ടീഷ് ജർമ്മൻ ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? ഡിട്രിച്ച് ബ്രാൻഡിസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ജനിച്ച സ്ഥലമാണ് ജർമ്മനി എന്ന് പറയുന്നത്. 1824 ഇദ്ദേഹം ജർമ്മനിയിൽ ജനിച്ചത്. 1907 ഇദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? എന്തായിരുന്നു? ഇന്ത്യയിലെ വനങ്ങളെ പറ്റിയെല്ലാം ആധികാരികമായ പഠനങ്ങൾ നടത്തിയ ഒരു ബൊട്ടാണിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. ഒരു വിശേഷണം കൂടി ഇദ്ദേഹത്തിനുണ്ട്, ഇന്ത്യൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ പിതാവ്. ഇന്ത്യൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. അപ്പോൾ രണ്ട് വിശേഷണങ്ങൾ, ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ്, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ പിതാവുമാര് തന്നെയാണ് ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. ഇനി PSC മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാണ്. ലളിതമായിട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. 2ാം സ്ഥാനം, വനവിസ്തൃതിയിൽ 2ാം സ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ ചേർത്ത് വെച്ച് പഠിക്കണം. 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള 2ാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. 1 മധ്യപ്രദേശ് ആണ്. ഇനി ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. 2ാം സ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. ഇനിയും ശതമാന അടിസ്ഥാനത്തിൽ നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞത് വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇനിയും ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മിസോറാമിലാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം. ഇനിയും ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഹരിയാന തന്നെയാണ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? ഹരിയാന തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക.
ഇനി നമ്മുടെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? വനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ജമ്മു കാശ്മീരിലാണ് വനം ഏറ്റവും കൂടുതലുള്ളത്. വനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ്. വനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ശതമാന അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ആണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ചു പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ആണ്. ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ചണ്ഡീഗഡ് ആണ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. കണ്ടൽ വനങ്ങള്, കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത്. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആണ്, അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ ആണ്. അവിടെ ചേർത്ത് വെച്ച് നിങ്ങൾ പഠിക്കണം. ചന്ദന മരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ചന്ദന വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അങ്ങനെ എല്ലാം ചോദിക്കും. നമ്മുടെ ഉത്തരമാണ് കർണാടക എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരം എന്താണ്? കർണാടകയാണ്. ഇനി തേക്ക് മരങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തേക്ക് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. തേക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മൾബറി വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം, മൾബറി വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. മൾബറി വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ തീർച്ചയായിട്ടും പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റിയും വന സംരക്ഷണത്തെ പറ്റിയും വന്യജീവി സംരക്ഷണത്തെ പറ്റിയും പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പരാമർശിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് 48A എന്ന് പറയുന്നത്. 48A എന്ന് പറയുന്ന ഭാഗത്ത് വന സംരക്ഷണത്തെ പറ്റിയും വന്യജീവി സംരക്ഷണത്തെ പറ്റിയും പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി ഭരണഘടനയുടെ മൗലിക കടമകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഇന്ത്യൻ പൗരൻ വനങ്ങൾ സംരക്ഷിക്കണം, പരിസ്ഥിതി സംരക്ഷിക്കണം, വന്യജീവികളെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഭരണഘടനയുടെ ഭാഗമാണ് 51AG എന്ന് പറയുന്നത്. 51AG എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. 51AG എന്ന് പറയുന്നത് മൗലിക കർത്തവ്യമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് പോവാം. 3 രാജ്യങ്ങൾ ചേർന്ന, അടുത്തടുത്ത് കിടക്കുന്ന 3 രാജ്യങ്ങൾ ചേർന്ന ആ രാജ്യങ്ങളാണ് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്ന് പറയുന്നത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ അടുത്തടുത്തുള്ള 3 രാജ്യങ്ങളാണ്. ഈ 3 രാജ്യങ്ങൾ ചേർന്ന വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ജോയിന്റ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം എങ്ങനെയാണ് വരിക? വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ജോയിന്റ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. വനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് കന്യാവനങ്ങൾ എന്ന് പറയുന്നത്. കന്യാവനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കന്യാവനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും ഇല്ലാതെ സംരക്ഷിക്കപ്പെടുന്ന ചില വനങ്ങളുണ്ട്. മനുഷ്യന്റെ യാതൊരുവിധ കടന്നുകയറ്റവും അനുവദിക്കാതെ സംരക്ഷിക്കപ്പെടുന്ന ചില വനങ്ങളുണ്ട്. ആ വനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കന്യാവനങ്ങൾ എന്ന് പറയുന്നത്. വനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 സ്ഥാപനങ്ങളുടെ പേരുകൾ ഓർത്തു വെക്കുക. ആദ്യത്തെ സ്ഥാപനമാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? അത് ഡെറാഡൂണിലാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ സ്ഥാപനമാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? അതും
അതും ഇവിടെ തന്നെയാണ്, ഡെറാഡൂണിൽ തന്നെയാണ്. അതും സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിൽ തന്നെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് പോവാം. വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായിട്ട് ഒരു ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന സ്ഥലമാണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. എന്തായിരുന്നു നമ്മുടെ പോയിന്റ്? വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായിട്ട് ഒരു ജനറ്റിക് ബാങ്ക് വന്ന സ്ഥലമാണ് ഹൈദരാബാദ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഇനി ഇന്ത്യയില് വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, മുൻകാല ചോദ്യം കൂടിയാണ്. ഇന്ത്യയിൽ വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷമാണ് 1985 എന്ന് പറയുന്നത്. 1985 ഇന്ത്യയിൽ വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്നത് മുൻകാല ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1966 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി ഇന്ത്യയിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ 1981 ജൂൺ മാസം 1-ാം തീയതി 1981 ജൂൺ മാസം 1-ാം തീയതിയാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ആ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1981 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർത്തു വെക്കേണ്ടതുണ്ട്. ഇനി മത്സര പരീക്ഷകളിൽ എപ്പോഴും വനങ്ങളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ ചോദിക്കാറുണ്ട്, വർഷങ്ങൾ ചോദിക്കാറുണ്ട്. ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത്. അത്തരം വർഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ വന നിയമം. ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് 1927 ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരും. ഇന്ത്യൻ വന നിയമം, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1927 എന്ന് പറയുന്നത്. ഇനി ദേശീയ വന നയം നിലവിൽ വന്നത്, സ്വതന്ത്ര ഇന്ത്യയിലെ ദേശീയ വന നയം നിലവിൽ വന്നത് 1952 1952 ഇത് പിന്നീട് 1988 എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു ഇന്ത്യയുടെ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്താൻ വേണ്ടി 33% വനം ആവശ്യമാണ്. ഇത് പ്രഖ്യാപിക്കപ്പെടുന്നത് 1952 ദേശീയ വന നയത്തിലാണ്. 1952 ദേശീയ വന നയം നിലവിൽ വന്നത്. ഇനി വന്യജീവി സംരക്ഷണ നിയമം, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് 1972 എന്ന് പറയുന്നത്. 1972 വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വന സംരക്ഷണ നിയമം. മാറിപ്പോരുത്, ഇതെന്താണ്? വന സംരക്ഷണ നിയമം 1980 നിലവിൽ വന്നത്. വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1986 അതായത് ഇവിടെ മാറിപ്പോവാൻ സാധ്യതയുള്ള 3 നിയമങ്ങൾ ഏതെല്ലാമാണ്? ആ 3 നിയമങ്ങൾ വന്യജീവി സംരക്ഷണ നിയമം, വന സംരക്ഷണ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വന്യജീവി സംരക്ഷണ നിയമം 1972 വന സംരക്ഷണ നിയമം 1980 പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 ഇനി നമുക്ക് അടുത്ത നിയമത്തിലേക്ക് പോവാം. ജൈവ വൈവിധ്യ നിയമം. ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം പാസാക്കിയ വർഷമാണ് 2002 എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യ നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം 2002. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമാണ് 2010 എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. ഇനി വനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു 2 വർഷം കൂടെ പഠിച്ചു വെക്കണം. എപ്പോഴും പരീക്ഷകളിൽ കാണാറുള്ള 2 വർഷമാണ് പ്രൊജക്ട് ടൈഗർ. 1973 പ്രൊജക്ട് ടൈഗർ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. പ്രൊജക്ട് എലിഫന്റ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്
1992 പ്രൊജക്ട് എലിഫന്റ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1992 അപ്പോൾ ഇന്ത്യയിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി വേഗം ഒന്ന് പറഞ്ഞുതരാം. ഇന്ത്യൻ വന നിയമം 1927, ദേശീയ വന നയം 1952, വന്യജീവി സംരക്ഷണ നിയമം 1972, വന സംരക്ഷണ നിയമം 1980, പരിസ്ഥിതി സംരക്ഷണ നിയമം 1996, ജൈവ വൈവിധ്യ നിയമം 2002, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം നിലവിൽ വന്നത് 2010. പ്രൊജക്ട് ടൈഗർ 1973, പ്രൊജക്ട് എലിഫന്റ് 1992. അപ്പോൾ ഇന്ത്യയിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.